എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രഥമ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം നോക്കാം. പശ്യന്ത്യതോ രൂപമദഭ്രചക്ഷുഷാ സഹസ്രപാദോരുഭുജാനനാദ്ഭുതം സഹസ്രമൂർധശ്രവണാക്ഷിനാസികം സഹസ്രമൗല്യം പരകുണ്ടലോല്ലസത്. ഒന്നുകൂടി ശ്ലോകം നോക്കാം. പശ്യന്ത്യതോ രൂപമദഭ്രചക്ഷുഷാ സഹസ്രപാദോരുഭുജാനനാദ്ഭുതം സഹസ്രമൂർധശ്രവണാക്ഷിനാസികം സഹസ്രമൗല്യം പരകുണ്ടലോല്ലസത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. അദഭ്രചക്ഷുഷാ അധഃ രൂപം പശ്യന്തി സഹസ്രപാദ ഉരുഭുജ ആനന അദ്ഭുതം സഹസ്രമൂർധശ്രവണ അക്ഷിനാസികം സഹസ്രമൗല്യംബരകുണ്ടല ഉല്ലസത്. ഒന്നുകൂടെ മന്യേ നോക്കാം. അദഭ്രചക്ഷുഷാ അധഃ രൂപം പശ്യന്തി സഹസ്രപാദ ഉരുഭുജ ആനന അദ്ഭുതം സഹസ്രമൂർധശ്രവണ അക്ഷിനാസികം സഹസ്രമൗലി അംബരകുണ്ടല ഉല്ലസത്. ഇനി ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. പശ്യന്തി അധഃ രൂപം അദഭ്ര ചക്ഷുഷാ സഹസ്രപാദ ഉരുഭുജ ആനന സഹസ്രമൂർധ ശ്രവണ അക്ഷി നാസികം സഹസ്രമൗലി അംബര കുണ്ടല ഉല്ലസത്. ഒന്നുകൂടി പദം നോക്കാം. പശ്യന്തി അധഃ രൂപം അദഭ്ര ചക്ഷുഷാ സഹസ്രപാദ ഉരുഭുജ ആനന സഹസ്രമൂർധ ശ്രവണ അക്ഷി നാസികം സഹസ്രമൗലി അംബര കുണ്ടല ഉല്ലസത്. ഇനി പദങ്ങളുടെ അർത്ഥം നോക്കാം. പശ്യന്തി കാണുന്നു, അധഃ രൂപം ആ രൂപം, അദഭ്രചക്ഷുഷാ വിശാലദർശനമുള്ളവർ, സഹസ്ര ആയിരം അനന്തത്തെ സൂചിപ്പിക്കുന്നു, അനന്തമായതിനെ സൂചിപ്പിക്കുന്നു, പാദ പാദങ്ങൾ, ഊരു തുടകൾ, ഭുജ കൈകൾ, ആനന മുഖങ്ങൾ, മൂർധ തലകൾ, ശ്രവണ ചെവികൾ, അക്ഷി കണ്ണുകൾ, നാസികം മൂക്ക്, മൗലി കിരീടം, അംബര വസ്ത്രം, കുണ്ടല കുണ്ടലങ്ങൾ, ഉല്ലസത് തിളങ്ങുന്ന. ഇനി ശ്ലോകത്തിൻ്റെ സാരം നോക്കാം. ഈ ശ്ലോകം വിശ്വരൂപത്തിൻ്റെ ഭംഗി വിസ്മയകരമായി വരച്ചു കാണിക്കുന്നു. ജ്ഞാനദർശനമുള്ളവർ ആ വിശ്വരൂപത്തെ കാണുന്നു. 1000 പാദങ്ങൾ, 1000 കൈകൾ, 1000 മുഖങ്ങൾ, 1000 തലകൾ. ഇതൊരു സംഖ്യാവിശേഷമല്ല, അനന്തത്വത്തിൻ്റെ സൂചനയാണ്. ഭഗവാൻ ഒരു രൂപത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, അനേകം രൂപങ്ങളിൽ ഭഗവാൻ വസിക്കുന്നു. വിശ്വം മുഴുവൻ അടങ്ങിയതാണ് ഭഗവാന്റെ രൂപം. എല്ലാം ഭഗവാന്റെ അവയവങ്ങളാണ് എന്ന് ഈ ശ്ലോകം നമ്മളോടായിട്ട് പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. തുടർന്നുള്ള ശ്ലോകവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ.